റബ്ബിന് നമ്മളോട് എത്രത്തോളം ഇഷ്ടമുണ്ടോ റബ്ബ് അത്രത്തോളം നമ്മളെ പരീക്ഷിക്കും. തീർച്ചയായും പ്രയാസത്തോടുകൂടെയാണ് എളുപ്പമെന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ അതിനുശേഷം ഒരു എളുപ്പമുണ്ട്. നമ്മൾ കുന്ന് കയറിയിട്ട് ഒരു കുന്നിറങ്ങുന്നത് പോലെയാണ്. നമുക്കൊരു പ്രയാസം വന്നിട്ടുണ്ടോ അതിനുശേഷം അല്ലാഹു നമുക്കൊരു എളുപ്പം തരുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾക്കൊരു പ്രവണത ഉണ്ട്. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്ത് ചിലപ്പോൾ ആഴ്ചകളും 2 ആഴ്ചകളൊക്കെ ആയിട്ടുണ്ടാവും. പടച്ചോനെ അള്ളാഹുവെ ഉത്തരവ് നൽകുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ പടച്ചവന്റെ മേലിൽ ഇങ്ങനെ കുറ്റം പറയാ നമ്മൾ. എന്റെ റബ്ബ് എന്നെ സ്വീകരിക്കുന്നില്ലല്ലോ. എന്താണ് നമ്മുടെ ഫാൾട്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കൊന്നുമില്ല. ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഈ ദുനിയാവിൽ നിന്നൊന്നും നമുക്ക് നേടിയെടുക്കാനില്ല. ഉണ്ട് അള്ളാഹു നൽകിയ ആയസ് വെച്ചുകൊണ്ട് ഇതുപോലുള്ള മജ്‌ലിസിൽ പങ്കെടുക്കുക, നല്ല നല്ല കാര്യങ്ങൾ ഏർപ്പെടുക, നിസ്കരിക്കുക, സ്വതക്ക ചെയ്യുക, ഖുർആൻ ഓതുക, ഈ കാര്യങ്ങൾ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് നേടിയെടുക്കേണ്ടതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി പറഞ്ഞ സ്വഹാബത്തിനെ കുൻ ഫി ദുനിയ കഅന്നക ഗരീബ് ഔ ഗാബിറു സബീൽ ഫഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വഴിയാത്രക്കാരെ പോലെ ജീവിക്കുക, അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ ജീവിക്കുക. ഈ ദുനിയാവിൽ 2 അട്ടിക്കും 3 അട്ടിക്കും ഉള്ള വീട്ടിലാണ് നീ കഴിയുന്നതെങ്കിൽ പോലും ഓരോ ദിവസവും നീ ഖബറിലാണ് സങ്കൽപ്പിക്കുക. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾക്ക് ഇല്ലാത്ത ഒരു കാര്യം എന്താണ്? ഈമാൻ. അതായിരുന്നു വളരെ ന്യൂനപക്ഷമായിരുന്ന ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഉറച്ച ഈമാൻ ഉണ്ടായിരുന്നു. നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്യുമ്പോൾ കിട്ടിയാ കിട്ടി, പോയാ പോയി എന്നുള്ളതിനെ ഒരിക്കലും നമ്മൾ ദുആ ചെയ്യും എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ അല്ലാഹുവോട് ദുആ ചെയ്ത് നോക്കിയേ, അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അത് നേടിയെടുപ്പിച്ചു തരും നമ്മളെ കൊണ്ട്. ഒരു കുട്ടി ഇവിടെ അടുത്തൊന്നല്ല, ഒരു കുട്ടി എന്റെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്നു ഞാൻ. ആ സമയത്ത് മദ്രസയിലും ആ കുട്ടി പഠിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് എനിക്ക് ടോപ്പ് പ്ലസ് മേടിക്കണം. അപ്പൊ നമ്മൾ ഉസ്താദുമാര് എടുക്കുന്ന ക്ലാസ്സുകൾ വളരെ അധികം ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് എന്റെ ഉസ്താദ് ഒരു വയസ്സായ ആളാണ്, അദ്ദേഹത്തിന് നല്ലതുപോലെ ഓതാനൊന്നും കഴിയുന്നില്ല. പക്ഷെ ഞാൻ ഉസ്താദ് ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. എന്നാ കുട്ടി പറയുന്നത്, എനിക്ക് പഠിക്കണം ആഗ്രഹമുണ്ട്, ഞാൻ എല്ലാ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ടോപ്പ് പ്ലസ് കിട്ടണം. അൽഹംദുലില്ലാഹ് ആ കുട്ടിക്ക് റിസൾട്ട് വന്നു, അയച്ചു തന്നു. അൽഹംദുലില്ലാഹ് ആ കുട്ടിക്ക് ടോപ്പ് പ്ലസ് കിട്ടി. എന്തുകൊണ്ട്? ആ കുട്ടികളോട് ഉസ്താദുമാരാകുന്ന നമ്മള് ഭാവിയുള്ള കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്താൽ അവർ നല്ല ഉയർച്ചയിലേക്ക് എത്തും. ഞാൻ പറഞ്ഞ കുട്ടിയോട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ, ഇൻഷാ അല്ലാഹ് പഠിക്കുക, നല്ലതുപോലെ പഠിക്കുക. പിന്നെ ദിവസവും ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്യുക. എന്നും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാം. മദ്രസയ്ക്ക് പോകുമ്പോൾ ഉമ്മനോട് സലാം പറയാം, ഉപ്പനോട് സലാം പറയണം. പിന്നെ പറഞ്ഞു, വയസ്സായ നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം. പിന്നെ ആ കുട്ടി പരീക്ഷന്റെ ആ ഒരാഴ്ച കഴിയുമ്പോൾ നിരന്തരമായിട്ട് അൽഹംദുലില്ലാഹ് പഠനം തന്നെയായിരുന്നു. സ്കൂളിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ കുട്ടി പഠിച്ചു. ആ കുട്ടിയുടെ ലക്ഷ്യത്തിലേക്ക് എത്തി. ആ കുട്ടിക്ക് ഒരേ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം. അൽഹംദുലില്ലാഹ് അതുപോലെയാണ് നമ്മളും വേണ്ടത്. സ്വീകരിക്കും. ബദരീങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ അത്, അസ്ഹാബുൽ ബദറിന് ഉണ്ടായിരുന്നല്ലോ അത്. അതുകൊണ്ടല്ലേ ന്യൂനപക്ഷമാകുന്ന 313 വരുന്ന സ്വഹാബികൾ വിജയിക്കാനുള്ള കാരണമെന്ന അവർക്ക് ഈമാൻ ഉണ്ടായിരുന്നു, അവർക്ക് ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അല്ലാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തേത്, അവര് ദിക്ർ ഇങ്ങനെ അധികരിപ്പിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. ആ ബദറിന്റെ സമയത്ത് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ദിക്ർ അവർ അധികരിപ്പിച്ചിട്ടുണ്ട് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു.
അല്ലാഹു തആല അവരിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവിടെ ഈ മദ്ഹ് പറയുന്ന, അവരുടെ പ്രകീർത്തനങ്ങൾ പറഞ്ഞ ബദരീങ്ങളുടെ മദ്ഹ് പറഞ്ഞ ഈ മജ്ലിസ് നടത്തിയ മജ്ലിസ് നമ്മൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും അല്ലാഹുവിന്റെ മാലാഖമാർ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ടുള്ള ഒരു മാലാഖമാരുണ്ട്, സയ്യാറത്തിന്റെ മാലാഖമാർ എന്ന് വെച്ചാൽ ടൂറിസ്റ്റുകളാകുന്ന മാലാഖമാർ. അവരുടെ ജോലി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മജ്ലിസുകളുടെ സദസ്സിൽ അവർ പങ്കെടുക്കുമെന്നും എന്നിട്ട് ആ പങ്കെടുത്ത വ്യക്തികളുടെ പേരും അഡ്രസ്സും എഴുതിയിട്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളുടെ മഹത്വം പറയുന്ന മജ്ലിസ്. ഒരു സുന്നത്ത് ചെയ്ത ഒരു ഫർദിന്റെ കൂലി അല്ലാഹു നൽകുന്നത് എങ്കിൽ വളരെ പ്രത്യേകമായ സുന്നത്താണല്ലോ ഈ ഇൽമിന്റെ മജ്ലിസ് എന്നുള്ളത്. ഫർദിന്റെ കൂലി ഒരു ദിവസം സ്വഹാബത്ത് ചോദിച്ചത്ര നബി തങ്ങളോട്, നബിയെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ട്, ഇപ്പുറത്ത് ഒരു ബാബ് ഇൽമ പഠിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ഒരു ബാബ് ഇൽമ പഠിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പാഠം പഠിക്കുന്ന ഒരു മനുഷ്യനും ഇപ്പുറത്ത് 100 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ആബിദും. ഇവരിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ ഒരു ബാബ് ഇൽമ പഠിക്കുന്ന ഈ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിഷമത്തോടെ ബദറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിഷമത്തോടെ, കാരണം വളരെ ന്യൂനപക്ഷമായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് ദിവ്യബോധനവുമായ സയ്യിദുനാ ജിബ്രീൽ എന്ന് പറയുന്ന മാലാഖ കടന്നു വന്നുകൊണ്ട് അല്ലാഹു സമിഅതു സൗതൻ ജൽജലാ, അതേ ഒരു അശരീര ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ആകാശ ലോകത്തിൽ നിന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കടന്നു വരികയാണ്. അത് നോക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോൾ ജിബ്രീലിന്റെ കൂടെ ഒരു കൂട്ടം മാലാഖമാരുണ്ട്. വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു, കടന്നു വരുന്നു സയ്യിദുനാ മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നു. ആ മീകാഈൽ എന്ന് പറയുന്ന മാലാഖയുടെ കൂടെയും ഒരുപാട് മാലാഖമാരുണ്ട്. വീണ്ടും റസൂലുള്ളാഹി നോക്കുമ്പോൾ സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നുണ്ട്. ആ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയും 1000 മാലാഖമാരുണ്ട്. തലപ്പാവ് ധരിച്ച 1000 മാലാഖമാരുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരെവിടേക്കാണ് വരുന്നതെന്ന് അറിയുമോ? ബദറിന്റെ രണാങ്കണത്തിലേക്കാ. 313ഓളം വരുന്ന ബദരീങ്ങളുടെ കൂടെ പങ്കെടുത്തത് ആരെന്നറിയുമോ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറഞ്ഞുവല്ലോ, സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരെന്നറിയുമോ? സ്വഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാരെന്നറിയുമോ? അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബികളാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ 313 ആളുകൾ ബദറിൽ പങ്കെടുത്തിട്ടില്ല. ചരിത്രത്തിൽ കാണാം, യഥാർത്ഥത്തിൽ 313 സ്വഹാബികൾ പങ്കെടുത്തിട്ടില്ല. 305ഓളം സ്വഹാബികൾ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കി വരുന്ന സ്വഹാബികൾക്ക് വളരെ പ്രയാസമായതുകൊണ്ട് അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പെട്ടതാണല്ലോ റസൂലുള്ളാഹിന്റെ മരുമകനാകുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ബദർ നടക്കുന്ന സമയത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ബദറിൽ പങ്കെടുക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുക്കണമെന്ന് വല്ലാത്ത മോഹമുണ്ടായിരുന്നു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം റസൂലുള്ളാഹിന്റെ മോളാകുന്ന അവിടുന്ന് ഉസ്മാൻ തങ്ങളുടെ ഭാര്യയാകുന്ന അവിടുന്ന് ഭാര്യ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. ഉമ്മു കുൽസും ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന് അറിയുമല്ലോ, ഉസ്മാൻ എങ്ങാനും ഈ ബദറിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും ഉമ്മു കുൽസും ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്ന് അറിയാമല്ലോ.
റുഖയ്യ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്ന് അറിയാമല്ലോ. റസൂലുള്ളാഹിയുടെ 2 മോളെ വിവാഹം ചെയ്ത വ്യക്തിയാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ുള്ളവരെ അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദറിൽ പങ്കെടുത്തതിന്റെ പ്രതിഫലം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോ അതല്ലേ ബദറിൽ നടന്നത്. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഒരു സ്വഹാബി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ബദറിൽ പങ്കെടുക്കാൻ പോകുന്ന സ്വഹാബിയാണ് നബിയേ. എന്റെ കയ്യിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരു ആള് പോലും ഇല്ല യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് നേരെ അവിടെ ഈത്തപ്പഴ മരത്തിന്റെ ആ ഓല എടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതാ ബദറിലേക്ക് പോകുമ്പോ അവിടുന്ന് ആ ഈത്തപ്പഴത്തിന്റെ അത് വാളായി മാറിയ ചരിത്രങ്ങളിൽ കാണാൻ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താ. ആലോചിച്ചു നോക്കിയ നബിയെ, എന്റെ കയ്യിൽ പങ്കെടുക്കാൻ വേണ്ടി ആളില്ല, യുദ്ധം ചെയ്യാൻ ആളില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യും? ഒരു വാക്ക് തീർക്കണ്ടാണ്. ആപ്പ് പറയുന്നു, ഓനെ എനിക്ക് ബദറിൽ പങ്കെടുക്കണം. ഓൻ പറയുന്നു, വാപ്പാ എനിക്ക് പങ്കെടുക്കണം ബദറിൽ. സഅദ് ബിൻ ഉസൈം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയാകുന്ന ഉസൈം എന്ന് പറയുന്ന വാപ്പയോട് പറയുന്നു, വാപ്പാ എനിക്ക് ബദറിൽ പങ്കെടുക്കണം വാപ്പാ. വാപ്പ പറഞ്ഞു, മോനെ, വാപ്പ ഈ ലോകത്തോടൊക്കെ വിട പറയാനായില്ല, അതുകൊണ്ട് നാളെ പരലോകത്തേക്ക് വേണ്ടിയിട്ട് സ്വർഗ്ഗത്തേക്ക് വേണ്ടിയിട്ട് വാപ്പാക്ക് എന്തെങ്കിലും ഉണ്ടാകണ്ടേ. അതുകൊണ്ട് മോനെ, ഈ ബദറിൽ പങ്കെടുക്കാൻ വാപ്പാക്ക് ഒരു അവസരം തരുമോ? ഇല്ല വാപ്പാ, ഞാനൊരു യുവത്വത്തിന്റെ നടുക്കിലൂടെ പോകുന്ന ഒരു ചെറുപ്പക്കാരനാണല്ലോ, എനിക്കിപ്പോ നല്ലതുപോലെ ആരോഗ്യമുണ്ടല്ലോ വാപ്പാ. നിങ്ങൾ ചെയ്യുന്നതിന്റെ 10 മടങ്ങ് എനിക്ക് നാം ചെയ്യാൻ പറ്റുമല്ലോ വാപ്പാ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വിട്ടുവീഴ്ചയും തരുന്നില്ല. നേരെ മഹാനായ സഅദ് ബിൻ ഉസൈം നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എനിക്ക് ബദറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട് നബിയേ, പക്ഷേ എന്റെ മോളതിനെ സമ്മതിക്കുന്നില്ല യാ റസൂലല്ലാഹ്. അവൻ പറയുന്നു, എനിക്ക് പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട് നബിയേ. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, ഇതിനൊരു പരിഹാരം കാണുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അവിടുന്ന് പറയുകയാ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോ പറയുന്നു, നബിയേ, ഈ എന്റെ വീട്ടിൽ ഈ മോൻ കഴിഞ്ഞ പിന്നെ ആരുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഒരു വീട്ടിൽ നിന്ന് 2 ആളുകൾ നിങ്ങൾ തിരഞ്ഞെടുത്തില്ലേ, ഒരു വീട്ടിൽ നിന്ന് ഒരാൾ മാത്രമേ ബദറിന് പങ്കെടുക്കാൻ പാടുള്ളൂ. സമയമില്ലാത്തത് കൊണ്ട് വളരെ ചുരുക്കിക്കൊണ്ട് ഓടിച്ചുകൊണ്ട് പോകുകയാണ്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ ബദറിൽ പങ്കെടുത്തു പോയി. ബദറിൽ ഷഹീദായി പോയി. മാത്രമല്ല സഅദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ബദർ കഴിഞ്ഞപ്പോഴാണല്ലോ ഉഹദ് കടന്നു വരുന്നത്. ഉഹദിന്റെ സമയത്ത് സഅദ് ബിൻ ഉസൈമിന്റെ വാപ്പ കടന്നു വന്നിട്ട്, അതായത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയാകുന്ന ഉസൈം എന്ന് പറയുന്ന ആ വാപ്പ കടന്നു വന്നിട്ട്, പങ്കെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇന്ന് ഈ ഉഹദിനെ ഞാൻ പങ്കെടുപ്പിക്കണേ റസൂലേ. അല്ലാഹുവിന്റെ ഹബീബ് പങ്കെടുപ്പിച്ചു. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. മഹാനായ ഉമൈർ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്രായത്തിൽ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാ. 16-ാമത്തെ വയസ്സിലാണ് ബദറിൽ പങ്കെടുത്തത്. 16-ാമത്തെ വയസ്സിലാണ് ബദറിൽ പങ്കെടുത്തത്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹിനെ കാണാതെ ഇങ്ങനെ മാറി മാറി പതിയിൽ ഇങ്ങനെ നടക്കുന്നു. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മറ്റു സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഉമൈറേ,
എന്തേ നീ ബദറിൽ ഇങ്ങനെ വരാനുള്ള കാരണം? റസൂലുള്ളാഹിനെ കാണുമ്പോൾ എന്താ നീ ഒതുങ്ങി പതുങ്ങി നിൽക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് എങ്ങാനും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിടും സ്വഹാബ. അതുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹിനെ കാണാതെ അങ്ങ് പതുങ്ങി പതുങ്ങി മാറി നിൽക്കുന്നത് സ്വഹാബ. റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ എനിക്ക് യുദ്ധം ചെയ്യാനുള്ള വയസ്സായിട്ടില്ലല്ലോ, യുദ്ധം ചെയ്യാനുള്ള പ്രായമായിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോണം മോനെ. റസൂലുള്ളാഹിന്റെ കൈകളും കാലുകളും പിടിച്ചുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, ഈ ബദറിൽ എനിക്ക് പങ്കെടുക്കണം നബിയേ, എന്റെ വീട്ടിലേക്ക് വിട്ടേക്കല്ലേ നബിയേ, എന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കല്ലേ നബിയേ എന്നവിടുന്ന് പറഞ്ഞു പോയി. ആ സ്വഹാബിയും അവിടുന്ന് 16 വയസ്സുള്ള ഉമൈർ എന്ന് പറയുന്ന സ്വഹാബിയും ബദറിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ബദറിന്റെ 17ന്റെ രാത്രിയിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നത്, റബ്ബേ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കടത്തോടെ വിഷമത്തോടെ ദുആ ചെയ്യുമ്പോൾ റസൂലുള്ളാഹിന്റെ തോഴനാകുന്ന അവിടുത്തെ കൂട്ടുകാരനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. നബി തങ്ങളോട് പറയുന്ന, നബിയേ അങ്ങ് കരയില്ല യാ റസൂലല്ലാഹ്. കരയുന്നത് കണ്ടപ്പോ അബൂബക്കറിന് സഹിക്കാൻ പറ്റിയില്ലല്ലോ. അബൂബക്കർ പറഞ്ഞു, നബിയേ അങ്ങ് കരയില്ല യാ റസൂലല്ലാഹ്. ജിബ്രീൽ കടന്നു വരുന്നുണ്ട്. ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടണ്ട, അല്ലാഹുവിന്റെ സഹായം ബദറിലുണ്ടാകും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ ദുആ ചെയ്തു പോയി. ഇതാ അവസാനിപ്പിക്കുകയാണ്, ഒരൊറ്റ ചരിത്രം കൂടി പറയുകയാണ്. മഹാനാവുള്ള സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയ സമയമാണ്. സഅദ് റളിയല്ലാഹു അൻഹു ചെവിയിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുന്നു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കടന്നു വരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു, അതിങ്ങനെ കണ്ടപ്പോൾ വിഷമത്തോടെ നിൽക്കുമ്പോഴാണ് ജിബ്രീൽ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നു. ജിബ്രീൽ അവിടെ നിന്ന് പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനോട് ചോദിച്ചു, ജിബ്രീലേ എന്റെ സ്വഹാബിയാകുന്ന സഅദ് ബിൻ മുആദിന്റെ ചെവിയിലൂടെ ബ്ലഡ് വരുന്ന സമയത്ത്, ഇസ്ലാമിന്റെ കൊടും ശത്രുവാകുന്ന അബൂജഹൽ അടിച്ച സമയത്ത് അവിടെ എന്റെ ജിബ്രീലേ ഇങ്ങനെ സന്തോഷത്തോടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ നബിയേ ഞാൻ ഈ ചിരിച്ചതിന്റെ രഹസ്യം പിന്നീട് അറിയാം. ബദറിന്റെ രണാങ്കണത്തില് ആ പേത്ത മനുഷ്യനാകുന്ന അബൂജഹലിന്റെ തല വെട്ടിയെടുത്തു കൊണ്ടുവന്നത് ആരാണ്? മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ്. സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബദറിന്റെ രണാങ്കണത്തിൽ വലിയ മനുഷ്യനാണ്. അബൂജഹൽ നല്ല ഹൈറ്റ് ഉള്ള പെരുത്ത മനുഷ്യനാണ്. ആ അബൂജഹലിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ട് നേരെ ഇലാ ഹദറത്തി റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കടന്നു നിന്നിട്ട് മുസ്തഫായ തങ്ങളോട് പറയുന്നു, നബിയേ ഇതാ നബിയേ അബൂജഹലിന്റെ തലയാണ് യാ റസൂലുള്ളാഹ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, ഇബ്നു മസ്ഊദേ അൽ ഉദ്നി ബിലാ ഉദ്നി വറഅസു സിയാദാ. ഓനെ ചെവിക്ക് പകരം ഈ ചെവി എടുക്കേണ്ടതില്ലേ, ചെവിക്ക് പകരം ഈ തലയെടുത്തത് സിയാദാണ്. വല്ലാത്തൊരു അത്ഭുതം തന്നെ, വല്ലാത്തൊരു വർദ്ധനവ് തന്നെ മോനെ, ആലോചിച്ചു നോക്കിയേ. അതുകൊണ്ട് ബദറിന്റെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമറാഹിമായ രാജാതിരാജനായ രാജസയ്യിദായ എല്ലാം ഗയൂബായ കരുണക്കടലായ കരുണാവാരിധിയാകുന്ന ദയാലുവാകുന്ന റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളോട് ഓതിയ ഫാത്തിഹ സൂറത്ത് ഇഖ്ലാസ് മുഹബ്ബത്ത് ദീനി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാഹ്.
നിങ്ങളുടെ നേതാവാകുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് അല്ലാഹുവേ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മറ്റ് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉലമാക്കൾ, സ്വാലിഹീങ്ങൾ, ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത ബദരീങ്ങൾ റബ്ബേ, അവരുടെ ഹദ്റത്തിലേക്ക് നീ ഇതിന്റെ മിഥില തവാബിൽ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഈ സദസ്സിലിരിക്കുന്നവരുടെ പലവരുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറന്നു പോയവരുണ്ട്. അവരുടെ ഖബറിലേക്കും ഇതിന്റെ മിഥില തവാബിൽ എത്തിക്കണേ അല്ലാഹ്. പടച്ചറബേ, ഖബർ ജീവിതം വെളിച്ചമാക്കണേ അല്ലാഹ്, സന്തോഷമാക്കണേ അല്ലാഹ്. പടച്ചറബേ, പരിശുദ്ധമായ റമദാനിനെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഈ വെയിലും കൊണ്ടിട്ട് ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അല്ലാഹുവേ, അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോ എത്ര ചവിട്ടടി വെച്ചിട്ടാണോ വന്നതെങ്കിൽ അതിനെത്ര ഹസനാത്തുകൾ കൊടുക്കണേ അല്ലാഹ്. പടച്ചറബേ, സ്വർഗത്തിലേക്കുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ രോഗികളുണ്ട് റഹ്മാനേ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫ നൽകണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, മാരകമായ രോഗങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കാൽമുട്ട് വേദനയുള്ളവർ, കൈവേദനയുള്ളവർ, തലവേദനയുള്ളവർ, വയറുവേദനയുള്ളവർ, ശരീരത്തിന്റെ ആസഹന മുഴുവനും വേദനയുള്ള ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര് ഈ കൂട്ടത്തിലുള്ളവരുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. കരുണക്കടലേ, നീ ഞങ്ങളെ കൈയൊഴിയല്ലേ റബ്ബേ. ഈ റമദാൻ വന്നിട്ട് പോലും അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് അമൽ ചെയ്തു എന്ന് ചോദിച്ചാൽ പോലും ഞങ്ങൾക്കൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല റഹ്മാനേ. ഞങ്ങളുടെ ദഅവത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖുർആനോത്തുകളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഇബാദത്തുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നിസ്കരിക്കുന്ന തറാവികളെ കബൂലാക്കണേ അല്ലാഹ്. പടച്ചറബേ, ഞങ്ങളെ ആരെയും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. മാരകമായ രോഗം തന്നുകൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും അല്ലാഹുവേ വിറ്റുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിൽ ആരെയും ശരീരത്തിൽ മാരകമായ രോഗത്തിന്റെ അണുബാധിത ഉണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിനെ പറഞ്ഞ മജ്‌ലിസാണ് റബ്ബേ. അവിടുത്തെ മദത് കൊണ്ട് അല്ലാഹുവേ കരിച്ചു കളയണേ അല്ലാഹ്. പടച്ചറബേ, നിന്റെ ഉമ്മയുടെ ഉമ്മ രോഗിയാ അല്ലാഹുവേ, രക്തം ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടിരിക്കുന്നു അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. ഈ കൂട്ടത്തിലിരിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട്. പലവരുടെയും ഉമ്മ അല്ലാഹുവേ ഖബറിലാ, പലവരുടെയും ഉമ്മ ഖബറിലാ, പലവരുടെയും കൂട്ടുകുടുംബത്തിലുള്ളവർ ഖബറിലാ, പലവരുടെയും മക്കള് ഖബറിലാ. ഖബറ് വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി സൗകര്യം തയ്യാറാക്കിയ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ മജ്‌ലിസ് നൂറിന്റെ ഭാരവാഹികൾ, അവരേക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ വീട് സൗകര്യപ്പെടുത്തിയ വീരാൻകുട്ടിക്ക് അല്ലാഹുവേ, അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ ഭാര്യ മക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ സന്താനങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. കൂട്ടുകുടുംബത്തെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്‌ലിസ് നൂർ തുടങ്ങിയത് മുതൽ ഇന്ന് വരെ ഇതിനു വേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട് റബ്ബേ. ചീരിനെ കൊടുക്കുന്നവരുണ്ട് അല്ലാഹുവേ, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. അർഹമർ റഹീമായ റബ്ബേ, ഈ ദുനിയാവിൽ അവർ നിന്റെ ഈ ഇൽമു കേൾക്കാൻ വേണ്ടിയിട്ട് നിന്റെ അസ്ഹാബുൽ കഹ്ഫിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് വന്നവരാ അല്ലാഹുവേ. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് നീ
ശിഫ നൽകണേ അല്ലാഹ്. സ്വർഗത്തിലേക്കുള്ള വഴി നീ എളുപ്പമാക്കണേ അല്ലാഹ്. ഈ വീട്ടിലുള്ളവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ചീരിന് നൽകിയവരുണ്ട്, അതുപോലെ തന്നെ ഇതിന്റെ വാർഷികം എപ്പോഴാണോ ആ സമയത്ത് അതിനു വേണ്ടി ഭക്ഷണം തയ്യാറാക്കിയ, അതായത് ഭക്ഷണം ഏറ്റെടുത്തെന്ന് പറഞ്ഞ സഹോദരങ്ങളോ അല്ലാഹുവേ, ആ കൂട്ടുകുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രയാസപ്പെടുത്തല്ലേ അല്ലാഹ്, വേദനയിൽ അഴുത്തല്ലേ അല്ലാഹ്. ബദരീകളുടെ കാവല് അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിലും ജീവിതത്തിന്റെ ഉടനീളവും നമ്മുടെ വീടുകളിലും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബദരീകളുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞ മജ്‌ലിസിൽ അവർക്ക് പറ്റാത്ത എന്തെങ്കിലും വാക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. നിങ്ങൾക്ക് ആർക്കും അല്ലാഹുവേ അപകട മരണം തരല്ലേ റഹ്മാനേ. റോട്ടിൽ ചിന്തിച്ചതിരിക്കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അടിച്ചു വാരിയിട്ട് പൊറുക്കി കൊണ്ടുവരുന്ന രൂപത്തിലുള്ള അല്ലാഹുവേ മരണം നിങ്ങൾക്ക് നീ തരല്ലേ റഹ്മാനേ. പടച്ചുറപ്പേ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കഴിഞ്ഞ, അതായത് റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയ എന്റെ മൂത്താപ്പ അല്ലാഹുവേ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കുടുംബത്തിന് നീ ക്ഷമ നൽകണേ അല്ലാഹ്. എന്നും അല്ലാഹുവേ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹം തന്ന ബഹുമാനപ്പെട്ട ശിഹാബ് ഉസ്താദ്, അതുപോലെ തന്നെ ഫദ്ൽ ഉസ്താദ് അല്ലാഹുവേ എവിടേക്ക് പോകുമ്പോഴും അല്ലാഹ് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്നും അല്ലാഹുവേ ഒരു കൂടെ പുറപ്പിന്റെ സ്നേഹം പോലെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ചായ തന്നിട്ടുണ്ട്. അവിടുത്തെ ഉമ്മ, അവിടുത്തെ ഭാര്യ, അവിടുത്തെ മക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്കൊക്കെ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. എപ്പോ കണ്ടാലും ഒരു അത്ര തരും, അതുപോലെ തന്നെ അത്രടിച്ചു തരും, അതുപോലെ തന്നെ സുറുമ തന്നിട്ട് പരിപാടികൾക്കൊക്കെ പോകുന്നതല്ലേ. ഇത് ഉപയോഗിക്കണം, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് എപ്പോഴും ദുആ വസിയത്ത് ചെയ്ത അല്ലാഹുവേ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്നവരാണ്. അവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മദ്രസയിൽ പഠിക്കുന്ന ഞങ്ങളെ മക്കള് അല്ലാഹ്, അവർക്ക് ഉന്നതമായ വിജയം നൽകിയ ഉസ്താദുമാര്, അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തവര്, അവരെ പഠിപ്പിച്ച് ഈ നിലക്കെത്തിച്ച ഉസ്താദുമാര്, അബൂബക്കർ നുജൂമി ഉസ്താദ് അടക്കം അവരുടെ കീഴ്ഘടങ്ങളാകുന്ന ഒരുപാട് ഉസ്താദുമാര്, അവർക്ക് നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. നിങ്ങളുടെ മക്കളെ വഴിപിഴച്ചു പോകുന്ന കാലമാ. കഞ്ചാവിന്റെയും മഴക്കമരുന്നിന്റെയും ലഹരിയുടെയും അല്ലാഹുവേ അടിമപ്പെട്ടു പോകുന്ന കാലമാണ്. നിങ്ങളുടെ മക്കൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. നിങ്ങളെ പെങ്ങന്മാർക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പെങ്ങന്മാർക്കും അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്കും അതിന്റെ സമയമാകുന്ന സമയത്ത് അല്ലാഹ് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ ഗർഭിണികളുണ്ടെങ്കിലും അവർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദറിന്റെ ചരിത്രം പറഞ്ഞ, അസ്ഹാബുൽ ബദറിന്റെ മഹത്വം പറഞ്ഞ, അവരുടെ പേരുകൾ പറഞ്ഞ മജ്‌ലിസാണ്. ആ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് മക്കളില്ലാതെ എത്രയോ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. 18 വർഷമായി, 17 വർഷമായി അല്ലാഹുവേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഉമ്മയാകാൻ കഴിഞ്ഞിട്ടില്ല, ഒരു വാപ്പയാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ നിരന്തരം ഞങ്ങളോട് ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അർഹമർ റഹീമായ റബ്ബേ, അവർക്ക് ഒരു ഉമ്മയാകാൻ, ഒരു വാപ്പയാകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവിടെ കടങ്ങൾ വീടാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീനയെ കുറിച്ച് പഠിക്കുമ്പോഴും മദീനയെ കുറിച്ച് എഴുതുമ്പോഴും എന്നും അല്ലാഹുവേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ യാത്രയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലാഹ് ഒരു ദിവസം പോലും ഇടവിടാതെ യാത്രകളാണ് അല്ലാഹുവേ. ട്രെയിനിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ വിഷയങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോ, ബദരീങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുമ്പോ അവിടത്തേക്ക് ഒന്ന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ജീവിതത്തിൽ
ജീവിതത്തിൽ ഒരു ഹജ്ജും ഉംറയും ചെയ്യാൻ നിങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പോയവർക്ക് ഇനിയും ഇനിയും അവിടെ പോകാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. اللهم اجعل الجنة دارنا ورسول جارنا وصراط المستقيم طريقنا والكوثر شرابنا يا رب العالمين. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വസിയത്തുകൾ വായിച്ചു ഉസ്താദ് അവരുകൾ ഇന്നയാൾക്ക് ദുആ ചെയ്യണേ സംഭാവന ചെയ്തിട്ടുണ്ട്. രോഗം മാറാൻ വേണ്ടിയിട്ട്, ചീര തന്നവർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് വായിച്ചിട്ടുണ്ട്. റബ്ബേ എല്ലാവരും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിയിട്ട് അവരൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم إن لك في كل ليلة من ليالي شهر رمضان وتقاها وتلقاها وخلصاء وأمناء من النار. اجعلنا من تقائك وتلقائك وخلصائك وأمنائك من النار. اجعلنا يا إلهنا يا الله يا الله يا الله من السعداء المقبولين ولا تجعلنا من الاشقياء المطرودين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا وتعشعنا وتمم تكثير أعمالنا واستجب دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. സമയം ദീർഘമായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്റെ കുടുംബത്തെയും എനിക്കും എന്റെ ഉസ്താദുമാർക്കും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും വേണ്ടി ദുആ ചെയ്യാൻ ഉണർത്തിക്കൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.